എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു ലുക്ക് ഹോട്ട്, ഹൗ ടു ലുക്ക് സെക്സി എന്നുള്ളൊരു കാറ്റഗറിയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ഹോട്ട് ആണെന്നുള്ളത്. ഇന്നത്തെ യുവാക്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും യു ലുക്ക് ഹോട്ട് ഓർ യു ലുക്ക് സെക്സി എന്ന് പറയണം എന്നുള്ളത്. സോ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. ചെറിയ കുറച്ച് കാര്യങ്ങളാണ്, ഈസി ആയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം സ്മൈൽ, ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല ആൾക്കാരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ചിരിക്കുക എന്നുള്ള കാര്യം. എന്ന് പറഞ്ഞിട്ട് ഏതേരം ഇങ്ങനെ അട്ടഹസിച്ച് ചിരിച്ചോണ്ടിരിക്കണം എന്നുള്ളതല്ല. ചിരി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു അട്രാക്ഷനും ഒരു ഹോട്ട്നെസ്സും തന്നെ ഒരു സാധനമാണ്. ചിരിക്കുക നമുക്ക് മനുഷ്യർക്ക് മാത്രം ദൈവം തന്നിട്ടുള്ള ഒരേ ഒരു ഗുണമാണ് ചിരി. മൃഗങ്ങൾക്കൊന്നും ചിരിക്കാൻ പറ്റില്ല, നമുക്ക് ചിരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ചിരി. ചിരിക്കുക, ചിരിയിൽ ചെറിയ ഹോട്ട്നെസ് കൊണ്ടുവരും. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ചിരി നല്ലതാണോ എന്ന് ആദ്യം പരീക്ഷിക്കണം. നിങ്ങൾ കണ്ണടയുടെ മുമ്പിൽ പോയിട്ട് ചിരിച്ചു നോക്കാം പല വിധത്തിലും. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ ഒരു ഓക്വേർഡായിട്ട് ശരിക്കും തോന്നാമെങ്കിലും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിരിച്ചു നോക്കുക കണ്ണടയുടെ മുമ്പിൽ പോയിട്ട്. അണ്ട് ഏത് പോസിലാണ്, ഏതു രീതിയിലാണ് നിങ്ങളുടെ ചിരിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഭംഗി തന്നെ എന്ന് നിങ്ങൾ നോക്കുക. ആ ചിരി ഏതാണ് അത് ഓൾ ടൈം ആയിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിരിന് ഒരു ഹോട്ട്നെസ് ഉണ്ട്. തീർച്ചയായും ചിരി നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡർക്ക് നമ്മളിലുള്ള ഒരു ഇംപ്രഷൻ കൂട്ടി നൽകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. സോ ചിരിനെ നിങ്ങൾ മുറുകെ പിടിച്ചു. രണ്ടാമത് ഞാൻ നമ്മുടെ ഹോട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം. അതായത് നിങ്ങൾ ടക്ക് ചെയ്ത് ഇൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഗോൾഡൻ റേഷ്യോ റൂള് നിങ്ങൾ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ടക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും തമ്മിലുള്ള ഒരു റേഷ്യോ, ഒരു കണക്കാണ് പറയുന്നത്. അത് ഏതാണ്ട് ഇതേപോലെ ഇരിക്കും. നിങ്ങൾ ടക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സിങ് ഏതാണ്ട് ഇതേപോലെ ഇരിക്കണം. ഇതാണ് കറക്റ്റ് റൂളും കറക്റ്റ് ഒരു ടക്ക് ചെയ്ത് ഇൻ ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് ഗോൾഡൻ റേഷ്യോ. സോ ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ഡ്രസ്സ്. നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സംവട്ട് ഇങ്ങനെ ഇരിക്കണം നമ്മുടെ സ്റ്റൈല്. സോ ഫോളോ ഗോൾഡൻ റേഷ്യോ റൂൾ. ഹോട്ട്നെസ്സിന് വേണ്ടിയിട്ട് മൂന്നാമത് ഞാൻ പറയുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഷോ ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ ഷോ ഓഫ് എന്ന് പറയുമ്പോൾ പൊങ്ങച്ചും കാണിക്കാന്നൊക്കെ രീതിയിലുള്ള ഒരു കാര്യമാണ് ഷോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കുറേ ലേഡീസിൻ്റെ വീഡിയോസ് കാണുന്ന മാതിരി ഇത്തിരി കേർവ്സും കാര്യങ്ങളും കാണിച്ച് ഷോ ഓഫ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. ഷോ ഓഫ് ഇൻ ദ സെൻസ് നമ്മളുള്ള ചെറിയ ഒരു ചേഞ്ചസ്, ചെറിയ ഒരു ടിപ്പാണ് ഞാൻ പറയണത്. ആദ്യമായിട്ട് നമ്മൾ വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ പാൻറ് ലെങ്തി ആയിട്ടുള്ള പാൻ്റാണെന്നുണ്ടെങ്കിൽ അത് മടക്കി വെക്കുക എന്നുള്ളത്. അത് ആംഗിൾ, നിങ്ങളുടെ കാലിൻ്റെ ആംഗിൾ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറാം. ഇതാണ് നമ്മുടെ ഫോറാം. ഭയങ്കര ഒരു സെക്സിനെസ് തരുന്ന ഒരു സംഭവം. ലേഡീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഫോറാം എന്നുള്ളത്. അതായത് നമ്മുടെ ഫോറാം കാണുക. അതായത് നിങ്ങൾ ഫുൾ സ്ലീവ് ആണെങ്കിൽ പോലും മടക്കിയിട്ട് ഇന്നക്കാക്കി ടച്ച് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളുടെ ഫോറാം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു അട്രാക്ഷനും ഒരു ഹോട്ട്നെസ്സും തോന്നും. അതാണ് നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഇവിടുത്തെ ഒരേ ഒരു ബട്ടൺ ഊരിയിടുക എന്നുള്ളതാണ്. ഇത് ഒട്ടും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു രീതിയല്ല, നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയാണ്. ബട്ട് അതിലൊരു സെക്സിനെസ്സും ഒരു ഹോട്ട്നെസ്സും അതിലെവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ബട്ടൺ തുറന്നിടുകയും കൈ മടക്കി വെക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ഹോട്ട്നെസ് വരും. അതേപോലെ ആംഗിള് കാണിക്കുക, ഷോ ഓഫ് യുവർ ആംഗിൾ. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന മാതിരി ഒരുപാട് നമ്മുടെ കേർവ്സ് കാണിക്കാനല്ല ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാലാമത്തെ എൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈൽ നമുക്ക് വളരെയധികം ഒരു ഹോട്ട്നെസ് തരും. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സാധാ ഒരു ഹെയർ സ്റ്റൈലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഹോട്ട്നെസ് തരില്ല. നമ്മൾ പല ഹെയർ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഹെയറിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. കാരണം നമ്മളൊരു കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുമ്പോൾ മാത്രമേ അതിൻ്റെ ഹോട്ട്നെസ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ്. നോർമലി നമ്മളൊരു ചീപ്പെടുത്ത് രീതി വെച്ച് പോകാണ്ട് കുറച്ചും കൂടി സ്റ്റൈൽ ചെയ്യുക, കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുക, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ്. ഹെയർ സ്റ്റൈല് 2024 ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ബട്ട് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുത്തോണ്ട് മാത്രം ഇത് തീരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റൈൽ ചെയ്യാൻ അറിയണം. ഹെയർ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാമെന്ന് അറിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു പോയിന്റിലോട്ട് പോകുള്ളൂ. നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ ഒരു ഹോട്ട്നെസ്സും ഒരു സെക്സിനെസ്സും ഒക്കെ
നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ നിങ്ങൾ ഒരു സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്, നിങ്ങളുടെ ഹെയറിൽ സ്റ്റൈൽ കൊണ്ടുവരിക. എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് നോക്കുക. മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഹെയർ ഇപ്പോൾ ചെയ്തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വോളിമൈസ് ചെയ്തിട്ടുണ്ട്. വോളിമൈസ് ചെയ്യേണ്ട കൂടെ തന്നെ ചെറുതായിട്ട് ഒരു ക്വിഫ് സ്റ്റൈൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെക്സ്ചർഡ് ഹെയർ സ്റ്റൈലാണ്. ബട്ട് ഞാൻ ജസ്റ്റ് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് ബ്ലോർ ഡ്രൈവർ ഒന്ന് ഇത് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷന് മാത്രമേ ഞാൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുള്ളൂ. കാരണം എപ്പോഴും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കത് പ്രശ്നം ഉണ്ടാകും. സോ ഇത് ജസ്റ്റ് ഞാനൊന്ന് ചെയ്തെന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ടെക്സ്ചേർഡ് കൊണ്ടുവരും. നമ്മുടെ ഹെയറിന് കുറേ ഒരു സ്റ്റൈൽ കൊണ്ടുവരണമെങ്കിൽ ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്ലോവർ ഹെയർ വെച്ചിട്ട് ഈ പറഞ്ഞ നമ്മളൊന്ന് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് പൊക്കി വെച്ചതിന് ശേഷം നല്ല വാക്സോ ഒരു പൊമേഡോ എന്തെങ്കിലുമൊക്കെ ഇടുക. അത് ടെക്സ്ചേർഡ് കൊണ്ടുവരുന്ന സാധനങ്ങൾ. അതേപോലത്തെ നമ്മുടെ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യുക. അതേപോലത്തെ ഈ നമ്മുടെ കോംബ് തന്നെ കുറച്ച് വിഡ്ത്തുള്ള കോംസ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹെയർ ഒരു ടെക്സ്ചർ വരും. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഹോട്ട്നെസ് കിട്ടുന്നു. 5th വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഉള്ള ഒരു സംഭവമാണ് ഫ്രേഗ്രൻസ്. അതൊരു കില്ലർ ഗെയിമാണ്. ഹോട്ട്നെസ്സിന് ഇതിനെ വെട്ടാൻ വേറൊരു സാധനമില്ല. നമ്മൾ ഒരു സദസ്സിലോട്ട് നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രേഗ്രൻസ്, നല്ലൊരു സ്മെല്ല് നമുക്ക് ആ ഒരു എൻവയറമെന്റിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഭയങ്കര ഒരു ഹോട്ട്നെസ് തന്നെ ഒരു സംഭവമാണ്. സോ നല്ല ഫ്രേഗ്രൻസ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഫ്രേഗ്രൻസ് വീഡിയോ, പെർഫ്യൂം വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. വില കൂടിയത് വേണമെങ്കിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, വില കുറഞ്ഞതിന് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫ്യൂം കണ്ടെത്തുക. എപ്പോഴും ഒരു സിഗ്നേച്ചർ പെർഫ്യൂം നമുക്ക് ഉണ്ടാവുക. സിഗ്നേച്ചർ പെർഫ്യൂം ആയിരിക്കണം നമ്മുടെ ഒരു കീ പെർഫ്യൂം. അതായിരിക്കണം നമ്മുടെ ഒരു മുഖമുദ്ര. ആ പെർഫ്യൂം ആയിരിക്കണം നമ്മുടെ സ്മെല്ലായിട്ട് ആൾക്കാർ ആ പെർഫ്യൂമിനെ കണക്കാക്കണം. പിന്നെ അതുകൂടാണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂംസ്. ഇന്ന് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് പെർഫ്യൂംസും ക്ലോൺസും ഒക്കെ അവൈലബിൾ ആണ്. ചീപ്പ് റേറ്റിൽ പോലും ടോപ്പ് ആൻഡ് ബ്രാൻഡ് ആൻഡ് പെർഫ്യൂം ക്ലോൺസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ മേടിക്കാമെന്നുള്ളത്. സോ അതും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. 7ാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. വാക്ക്, നടക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എല്ലാവരും നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, നടക്കണേന് എന്ത് സ്റ്റൈല്? ആക്ച്വലി നടക്കണേന് സ്റ്റൈല് ഉണ്ട്. നിങ്ങൾ സാധാരണ നടന്നു പോണ ഒരു രീതിയിലല്ലാണ്ട് നിങ്ങളുടെ നടത്തത്തിന് ഒന്ന് മര്യാദക്കൊന്ന് ഷോൾഡറൊക്കെ ചെസ്റ്റൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് കൈയൊക്കെ ഒന്ന് നല്ലതായിട്ട് അതായത് വീട്ടിൽ നീട്ടി വലിച്ചൊന്ന് നടന്നു നോക്കുക. നിങ്ങൾ ഒരു സ്റ്റൈലുണ്ട്. അതേപോലെ നടത്തത്തിൻ്റെ പേസ്, ആ പേസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നടത്തത്തിന്റെ പേസിനും ഒരു ഭംഗിയുണ്ട്. ഇത് ഞാൻ പറയും ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വന്ന കാര്യമല്ലേ എന്ന് പറയും. പക്ഷെ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുക. ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട്, ഒരു ആൽഫ മെന്നായിട്ട് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി നല്ലൊരു സ്മൈല്, നല്ലൊരു നടത്തത്തിന്റെ സ്റ്റൈലൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. നടത്തം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പല രീതിയിൽ നടന്നു നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഏത് രീതിക്ക് നടക്കുമ്പോഴാണ് കിട്ടുക എന്ന് നോക്കുക. കാരണം നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ഒരു നമ്മളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ നടന്ന് ഈ പറഞ്ഞ മാതിരി നല്ലൊരു സ്മൈൽ ചെയ്ത് ഈ പറഞ്ഞ മാതിരി പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നമ്മൾ ഒരു സദസ്സിലോട്ട് പോകുന്നതും പക്ഷെ നമ്മൾ ഒടിഞ്ഞുമ്പോൾ നമ്മുടേതായ ഒരു സ്റ്റൈലിൽ അങ്ങോട്ട് പോകുന്നതും രണ്ടാണ്. ആ ഹോട്ട്നെസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റൈൽ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് കിട്ടും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ നടത്തത്തിനും നിങ്ങൾ സ്റ്റൈല് കൊണ്ടുവരണം. ഇത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ തെറി പറയുന്നത് നടത്തത്തിന് എന്ത് സ്റ്റൈലടാപ്പാന്ന് പറയുന്നത്. നടത്തത്തിന് സ്റ്റൈലുണ്ട്. അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് തന്നെ സാധനമാണ്. സോ ട്രൈ ടു ഗെറ്റ് എ ഗുഡ് സ്റ്റൈൽ. ഒരു നല്ലൊരു പോസ്ചറും നല്ലൊരു സ്റ്റൈലും നിങ്ങളുടെ നടത്തത്തിൽ കൊണ്ടുവരിക. ലാസ്റ്റത്തെ എൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് മേടി തന്നിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇതാ ഞാൻ എന്ത് ചെയ്താലും ഈ ഒരു സംഭവത്തിലോട്ടായിരിക്കും ചെന്നപ്പെടുന്നത്. അതായത് കളർ. അതായത് നമ്മളെപ്പോഴും സെയിം, അതായത് ഒരു മോണോക്രോം പോലെ ഓൾ കളർ ഔട്ട്ഫിറ്റുകൾ ധരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഹോട്ട്നെസ് തന്നെ ഒരു കളർ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഏറ്റവും കൂടുതൽ നമുക്ക് ഹോട്ട്നെസ് തന്നെ കളർ ബ്ലാക്ക് ആണ്. സോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഓൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റ്. ഇതിന് കിട്ടുന്ന ഒരു ഹോട്ട്നെസ് വേറെ ഒരു കളറിനും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല കിട്ടുന്നു. കാരണം ആദ്യമായിട്ട് നമുക്ക് പറയേണ്ട കളർ തന്നെ ഹോട്ട്നെസ് തന്നെ കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ
ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഈ ഓൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യുക. ഡെഫിനറ്റ്ലി ഫുൾ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് വേറെ ലെവലിലോട്ട് പോകും. ഏത് ഒക്കേഷനിലാണ് ശരി, നിങ്ങളുടെ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മാറി നിൽക്കും. അതേപോലത്തെ ഒരു ലുക്കായിരിക്കും ഈ പറഞ്ഞ. ഈ സെയിം സമയത്തും ഹെയറും കൂടി സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട, അത് വേറെ ലെവലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് നമുക്ക് എപ്പോഴും കൂടുതൽ ഒരു ഹോട്ട്നെസ് തരും. അതേപോലെ തന്നെ ഒരു 3-4 കളർ വേറെ ഉണ്ട്. ബ്ലാക്കിനോളം മികച്ച് നിൽക്കില്ലെങ്കിലും പോലും ബ്ലൂ, അതേപോലെ മെറൂൺ, അതേപോലെ ഡാർക്ക് ബ്രൗൺ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ഹെഡ് ടു ടോ ഒരു കളറായിരിക്കണം. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് നിങ്ങൾ പോകും. അതിനൊരു ഹോട്ട്നെസ്സും സെക്സിനെസ്സും തീർച്ചയായും നിങ്ങൾക്ക് ഇട്ടിരിക്കും. അപ്പോൾ ഇനിയും പുതിയ സ്റ്റൈലും ഫാഷനും അടങ്ങുന്ന പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.